ഒരു പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു തേനീച്ചകൾ വന്ന് തേനെടുക്കുന്ന കണ്ടോ? കാണാൻ നല്ല ചന്തമുള്ളൊരു കാഴ്ച തന്നെ അല്ലേ? ഈ കായ കണ്ടോ? ഇതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിന് ഈ പേര് വന്നത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇതാണ് ആ പൂവിൻ്റെ മുട്ട്. ഈ മുട്ട് വിടർന്നിട്ടാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാകുന്നത്. പൂക്കളുണ്ടായതിനു ശേഷം മുത്തുപോലെ കുഞ്ഞു കായ്കൾ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം കുഞ്ഞു കായ്കൾ വളർന്നിട്ടാണ് നല്ല നല്ല പഴുത്ത കായ്കൾ ഉണ്ടാകുന്നുണ്ട്. ഒരേ സമയം പൂവും ഒരേ സമയം കായ്കളും ഒക്കെ ഈ പ്ലാന്റിൽ കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഇതിനകത്ത് ഇത് പഴുക്കുന്നതോടും വരെയും ഈ കായയ്ക്ക് വലുപ്പം വെച്ചുകൊണ്ടിരിക്കും. അതാണ് ഇതിപ്പോൾ പച്ചക്കായാണ്. ഈ പച്ചക്കായ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇത് ഒരു മഞ്ഞ കളറിലോട്ടാകും. മഞ്ഞ കളറിലാകുമ്പോഴത്തേക്കിനും പിന്നീട് അന്നപ്പോൾ അത് ഒരു ചെനച്ചൊരു പരുവാണ്. ആ മഞ്ഞ കളറാകുമ്പോഴത്തേക്കിനും അത് കഴിഞ്ഞിട്ട് അതൊരു ഓറഞ്ച് കളറൊക്കെ ആകും. ഇപ്പോൾ ഇതൊരു പച്ച കളറാണ്. ഇതിപ്പോൾ ഒരു മഞ്ഞ കളറാകുന്നതേ ഉള്ളൂ. ഇതിന് ഒരു ടേസ്റ്റ് ഒന്നുമില്ല. അതായത് ഒരു ടേസ്റ്റില്ല, ഒരു ചവർപ്പ് പോലൊരു ടേസ്റ്റാണ് ഇപ്പോൾ ഉള്ളത്. അത് കുറച്ചും കൂടെ പാകമായി കഴിയുമ്പോഴത്തേക്കിനും ഈ കായ്കളുണ്ടോ? ഇതിനിപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ ടേസ്റ്റാണ് ഉള്ളത് കേട്ടോ. ക്യാരറ്റ് നമ്മൾ കഴിക്കൂലേ, അതുപോലാണ് ഈ കായപ്പം കഴിച്ചാൽ ആ ഒരു ടേസ്റ്റാണ് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് ഇത് കുറച്ചും കൂടെ പഴുത്ത കായാണ്. അപ്പോൾ ഇതിനകത്തെ കുരുവുണ്ടല്ലോ, ഇതാണ് നമ്മൾ വിത്തായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് കുഴിച്ചിട്ടാൽ ഇത് കിളുക്കുന്നതാണ്. പിന്നെ ഇതിപ്പോൾ പഴുത്ത് കഴിയുമ്പോഴത്തേനും ഇത് കഴിക്കാനായിട്ട് ഒട്ടും കൊള്ളത്തില്ല, ഒരു ടേസ്റ്റും ഇല്ല, നമുക്ക് കഴിക്കാനേ തോന്നത്തില്ല. പക്ഷേ ഇതിനകത്ത് കായ ചിലർ കഴിക്കാറുണ്ട് കേട്ടോ. ചിലർ വറുത്ത് കഴിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല. ഇത് ഇപ്പോൾ കഴിച്ച് നോക്കിയാൽ ഇതിനൊരു നമ്മൾ ഈ കടലയൊക്കെ വെള്ളത്തിലിട്ടത് കഴിക്കത്തില്ലേ, അതായത് ഈ പച്ച നിലക്കടല കഴിക്കത്തില്ല, അങ്ങനൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത് ഒരുപാട് കഴിക്കാനൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടമാകുന്ന ഒരു ഫ്രൂട്ടല്ല. എന്നാലും വീടുകളിലൊക്കെ ഇങ്ങനെ ഫ്രൂട്ടൊക്കെ നടുന്നൊക്കെ ഇഷ്ടമുള്ളവരില്ലേ, അവർക്കൊക്കെ നടാൻ പറ്റും. ഒരുപാട് സ്ഥലമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് കായ്ക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ.